ഒരിക്കലും ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ അല്ല ഡോഗ് എന്ന് പറഞ്ഞാൽ. കാരണം 10+ ഇയേഴ്സ് ഡോഗിന് നമ്മൾ നമ്മുടെ ടൈമും കമ്മിറ്റ്മെന്റും കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഡോഗിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാം, അവർക്ക് മെഡിക്കേഷൻ വേണ്ടി വരാം, അവർക്ക് നമ്മുടെ പ്രോപ്പർ കെയർ വേണ്ടി വരാം. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഡോഗിനെ വളർത്താനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ കണ്ടുവരുന്ന മിക്ക ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, റിസർച്ച് ചെയ്യാണ്ടും അതുപോലെ തന്നെ അവരുടെ ആവശ്യപ്രകാരമല്ല അവർ ഡോഗിനെ മേടിക്കുന്നത്. ഇവർ ഒരു പപ്പിയുടെ വീഡിയോ കാണും എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും പെറ്റ് ഷോപ്പിൽ പപ്പിയെ കണ്ടിട്ട് ഡോഗിനെ എടുക്കും. പക്ഷേ ഇങ്ങനെ മേടിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു 4-5 മാസം ആകുമ്പോഴേക്കും ഇവർ വലുതായി തുടങ്ങും. ഇവർ വലുതായി കഴിഞ്ഞാൽ ഇവരുടെ യഥാർത്ഥ ക്യാരക്ടർ പുറത്തു വന്ന് തുടങ്ങും. ചില ആൾക്കാർക്ക് ഡോഗ്സ് കുരയ്ക്കുന്നത് ഇഷ്ടമല്ല. ഇവരുടെ പർപ്പസ് എന്ന് വെച്ചാൽ കമ്പാനിയൻ ഡോഗിന് വേണ്ടിയിട്ട് ഒരു റോട്ടിനെയോ അല്ലെങ്കിൽ ഡോബർമാനോ അതുപോലത്തെ അഗ്രഷനുള്ള ഗാർഡിങ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ബ്രീഡിനെ എടുക്കും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, ഇവരെ പർപ്പസേ അല്ല ആ ഡോഗിലുള്ള. എന്നാൽ ഇവർക്ക് ആ ഡോഗിനെ മാറ്റാനായിട്ടും പിന്നെ പറ്റത്തില്ല. നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി വിളിക്കുമ്പോഴേക്കും നമ്മൾ പറയും ഡോഗിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, ഗാർഡിങ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി, ഡോഗ് കുരയ്ക്കുന്നു, അതിന് പ്രേ ഡ്രൈവ് ഉണ്ട്, പുറത്തുനിന്ന് ആര് വന്നാലും വേറെ ഡോഗ്സിനെ കണ്ടാലും അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നതെന്നുള്ളതാണ്. സോ അത് നമ്മൾ എലിമിനേറ്റ് ചെയ്താൽ പിന്നെ ആ ഡോഗ് യൂസ്ലെസ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് കുറച്ചുകൂടെ കമ്പാനിയൻ എബിലിറ്റി ഉള്ള ഡോഗിനെ സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്യുക. അതായത് ലാബ്, ഗോൾഡൻ റിട്രീവർ അതുപോലത്തെ ബ്രീഡ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ അധികം കുരയ്ക്കത്തുമില്ല, എന്നാൽ അവർ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ പർപ്പസിന് പറ്റിയ ബ്രീഡാണ്. അതേസമയം ചില ആൾക്കാർ ഇതുപോലത്തെ ബ്രീഡ്സ് ലാബ്, ഗോൾഡൻ റിട്രീവർ അതുപോലത്തെ കമ്പാനിയൻ ഡോഗ്സിനെ എടുത്തിട്ട് അവരെ കടിപ്പിക്കാനായിട്ട് നോക്കും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, മിക്ക ഡോഗ്സിനും കുറേ കാര്യങ്ങൾ അവർക്ക് പ്ലസ് ഉണ്ട്, എന്നാൽ മൈനസ് എന്ന് പറയുന്ന കാര്യമില്ല. അത് നമ്മൾ ഓണർ ഡോഗിനെ ചൂസ് ചെയ്യുന്നതിലുള്ള മിസ്റ്റേക്കാണ് നമ്മൾ ഈ മൈനസ് ആക്കി മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഗാർഡിങ് പർപ്പസിനാണെങ്കിൽ ഗാർഡിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഡോഗിനെ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് കമ്പാനിയൻ പർപ്പസ് ആണെങ്കിൽ കമ്പാനിയൻ പർപ്പസിനായിട്ടുള്ള ഡോഗിനെ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകുന്ന എൻ്റെ ഏജിലൊക്കെ തന്നെ ഉള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അമ്മയ്ക്കും അച്ഛനും ഈ ലാർജ് ബ്രീഡ്സിനെ മേടിച്ചിട്ട് കൊടുത്തിട്ട് പോകരുത്. കാരണം അവർക്ക് എടുത്ത് പൊക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പോൾ കോമ്പൗണ്ടുകളും കാര്യങ്ങളും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഈ ഷീറ്റ് ഇറക്കുന്ന സമയത്ത് അവരെ വലിച്ച് തള്ളിയിടാനൊക്കെ വളരെ പോസിബിലിറ്റീസ് കൂടുതലാണ്. ഒരുപാട് കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 months ബാക്ക് തന്നെ ഒരു ഡോഗ് ഒരു ഓണർ, ലേഡി ഓണറിനെ വലിച്ച് തള്ളിയിട്ടു, പ്രായമായിട്ടുള്ളൊരു സ്ത്രീയെ വലിച്ച് തള്ളിയിട്ടു. ആളുടെ ബാക്കിൽ നട്ടലിനൊക്കെ ഇപ്പോൾ ഫ്രാക്ചർ ഉണ്ട്. സോ നിങ്ങൾ ഈ ഒരു കാര്യം സീരിയസ് ആയിട്ട് എടുക്കുക. അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരിക്കലും ഡോഗിനെ ഗിഫ്റ്റ് ചെയ്യുക, ഡോഗിനെ ഗിഫ്റ്റ് ചെയ്യരുത് ഒരാൾക്കും അവരുടെ പെർമിഷൻ ഇല്ലാതെ. ഇപ്പോൾ അവർ നോക്കാനായിട്ട് വില്ലിങ്ങാണ്. ഇപ്പോൾ വീട്ടിലുള്ള നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡോഗിനെ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ലാർജ് ബ്രീഡിനെ ചൂസ് ചെയ്യുന്നതിന് പകരം ടോയ് ബ്രീഡ്സ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ടോയ് ബ്രീഡ് തന്നെ അത്യാവശ്യം കുറയ്ക്കുന്ന ബ്രീഡ്സ് അവൈലബിൾ ആണ്, അത്യാവശ്യം കടിക്കുന്ന ബ്രീഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം നിങ്ങൾക്കിപ്പോൾ ടോയ് ബ്രീഡിൽ തന്നെ കമ്പാനിയൻ ഡോഗ്സ്, ഞാൻ ഈ ലാബ്രഡോർ റിട്രീവർ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇവരിലും കമ്പാനിയൻ ഡോഗ്സ് അധികം കുരയ്ക്കാണ്ട് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയിരിക്കാനായിട്ടുള്ള ഡോഗ്സ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. നിങ്ങൾ റിസർച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡോഗിനെ ചൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഫ്രീ ഫോൺ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഒരിക്കലും ഒരു ഡോഗിനെ മേടിച്ചിട്ട് നിങ്ങളുടെ ടൈമും നിങ്ങളുടെ എഫേർട്ടും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഫ്യൂച്ചറിൽ ഉണ്ടാവാതിരിക്കാൻ, അതുപോലെ തന്നെ നിങ്ങൾ മേടിക്കുന്ന ഡോഗിന് മെയിനായിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതൊരു സീരിയസ്നെസ് ജസ്റ്റ് ഒന്ന് കാണുക. നമുക്ക് എല്ലാ ഡോഗിനെയും ഒരുപോലെ നിങ്ങൾ ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ബിഹേവിയറിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അത് നടക്കുന്ന കാര്യമല്ല. ഓരോ ഡോഗിനും അതിൻ്റേതായിട്ടുള്ള പർപ്പസ് ഉണ്ട്. അപ്പോൾ അതറിഞ്ഞ് ഡോഗിനെ മേടിക്കുക, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോഗിനെ ഒരുപാട് സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് പോവാണ് ഓണേഴ്സ്. ഉപേക്ഷിച്ചിട്ട് പോകുന്ന റീസൺ എന്താണ്? അവരുടെ ആവശ്യത്തിനുള്ള ഡോഗല്ല അവരുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പം അത് ഡോഗിൻ്റെ മിസ്റ്റേക്കായിട്ട് കണ്ടിട്ട് പിന്നെ ഡോഗിനെ ഉപേക്ഷിക്കുകയാണ്. അത് പിന്നെ നല്ല മനസ്സുള്ള ആൾക്കാർ എന്തായാലും ഏറ്റെടുത്ത് ആ ഡോഗിനെ നിങ്ങളെക്കാട്ടി നന്നായിട്ട്, അതായത് ഈ കളഞ്ഞിട്ട് പോകുന്ന ആൾക്കാരെക്കാട്ടി നന്നായിട്ട് ആ ഡോഗിനെ വളർത്തും. അപ്പോൾ നിങ്ങളൊരു നല്ല ഓണറാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു നല്ലൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഒരു ജീവിയെ ദ്രോഹിക്കാനായിട്ട് അതിനെ മേടിച്ചിട്ടിട്ട് കാര്യമില്ല. അതിൻ്റെ പർപ്പസ് അറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിളിച്ച് ചോദിക്കുക. നിങ്ങൾക്ക്
ഇഷ്ടമുള്ള ആളെ വിളിക്കുക. ഈ ഡോഗ് ട്രെയിനിങ് ഫീൽഡിലുള്ള എല്ലാവരും വിളിച്ചാലും, അത്യാവശ്യം നോളജുള്ള എല്ലാവരും വിളിച്ചാലും അവർ നിങ്ങളുടെ പർപ്പസിനനുസരിച്ചുള്ള ഡോഗിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്യും. നിങ്ങൾക്ക് സമയം വേണം. ഡോഗിന് അത്യാവശ്യം നല്ല രീതിയിൽ മെൻ്റൽ എക്സസൈസും ഫിസിക്കൽ എക്സസൈസും കൊടുക്കാനുള്ള സമയം വേണം. ഒരു സാധനവും റെഡിമെയ്ഡായിട്ട് കിട്ടത്തില്ല ഡോഗ്സ്. നിങ്ങൾ ഡോഗിന് വേണ്ടി വർക്ക് ചെയ്താലേ ഡോഗ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യൂ, അല്ലെങ്കിൽ ഡോഗിന് വേണ്ടി ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. കാരണം അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് പറയുന്നത്. പ്രോബ്ലം നേരിടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്യാം, അല്ലെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം. See you next video. Bye.